മോനെ ജാതി കോടല ഏതാ സാധനം മോനെ ഇതൊക്കെയാണ് പാലക്കാട് അല്ലോ മരം വീണ് പെട്ട് ഇതപ്പോ നമ്മൾ നേരെ പോണത് മലമ്പുഴ ഡാമും പിന്നെ അതുപോലെ തന്നെ നെല്ലിയാമ്പതി അത്യാവശ്യം വ്യൂ പോയിന്റ്സും കാര്യങ്ങളും ഉണ്ട് പിന്നെ വേറൊരു ഡാമും കൂടി ഉണ്ട് കേട്ടോ നെല്ലിയാമ്പതി പോത്തുണ്ടി ഡാം അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ള ഒരു ഡാമും കൂടി ഉണ്ട് പിന്നെ നമുക്ക് ഇവിടുന്ന് നാട്ടിൽ നിന്ന് കിലോമീറ്റർ മലമ്പുഴയ്ക്ക് വരുന്നത് 106-107 കിലോമീറ്റർ ഒക്കെ ഉണ്ട് പക്ഷേ ഇപ്പം ഞങ്ങൾക്ക് ഏകദേശം ബൈക്കിലാണ് ഞങ്ങൾക്കൊരു 60-62 കിലോമീറ്ററോളം ഇപ്പോൾ ഉള്ളൂ ഇനിയിപ്പോൾ നേരെ മലമ്പുഴ ഡാമിൽ നിന്ന് നേരെ 46 കിലോമീറ്റർ എന്തോ ഉണ്ട് പോത്തുണ്ടി ഡാമുക്ക് അങ്ങനെ എന്തോ ആണ് കേട്ടോ നമുക്ക് എന്തായാലും പോയി നോക്കാം പോണ ബൈക്കിലാണ് ഇപ്പോൾ നമ്മളുള്ളത് നമ്മൾ ഏകദേശം ഒരു 40-45 കിലോമീറ്ററോളം ഇപ്പോൾ വന്നു കഴിഞ്ഞ് നമുക്ക് കുറച്ചും കൂടി ഉണ്ട് നമുക്ക് എന്തായാലും പോയി നോക്കാം കഴിച്ചപ്പോൾ ഇപ്പോൾ നമ്മൾ ഒളവക്കോട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ് പിന്നെ ഇവിടുന്ന് നമുക്ക് നേരെ മലമ്പുഴ ഡാമുക്കുള്ളത് 7.5 കിലോമീറ്റർ ആണ് കേട്ടോ നെല്ലിയാമ്പതിക്ക് 59 കിലോമീറ്റർ ആയിട്ടുള്ളത് അപ്പോൾ ആദ്യം നമുക്ക് മലമ്പുഴ ഡാമൊക്കെ പോവാം അവിടുന്ന് നേരെ അത് കണ്ടൊക്കെ കഴിഞ്ഞ ശേഷം അവിടുത്തെ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞ ശേഷം നേരെ നെല്ലിയാമ്പതി പോട്ടെ നമുക്ക് അപ്പൊ എന്തായാലും ഇവിടെ ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് മലമ്പുഴയ്ക്ക് 7.5 കിലോമീറ്റർ പിന്നെ നെല്ലിയാമ്പതിക്ക് 59 കിലോമീറ്റർ എന്നുള്ളത് കേട്ടാ അപ്പൊ നമുക്ക് എന്തായാലും ഇനി അങ്ങോട്ട് പോയോക്കട്ടാ മലമ്പുഴ ഡാമിന്റെ തൊട്ടു മുമ്പുള്ള വ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടുത്തെ കുന്നും കാര്യങ്ങളൊക്കെ നോക്കി മുകളിൽ നല്ല കോടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് കയറാൻ പറ്റുമെന്നോ നമുക്ക് പോയി നോക്കട്ടാ ഫ്രണ്ടിൽ കുന്നും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഈ ബോർഡ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് കാണാത്ത അവിടേക്ക് അത്യാവശ്യം നല്ല വ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ നേരിട്ട് കാണുമ്പോൾ നമുക്ക് എന്തായാലും ഇനി പോയി നോക്കാം ഏകദേശം ഒരു 2-2.5 കിലോമീറ്റർ 2-300 കിലോമീറ്റർ ഉണ്ട് 2 കിലോമീറ്റർ 300 മീറ്ററും ഉണ്ട് നമുക്ക് ഇനി മലമ്പുഴ എത്താൻ നമുക്ക് എന്തായാലും അവിടെ പോയേക്കാം നമ്മൾ പോണ ബൈക്കിൽ പന്നിയിറച്ചി വെട്ടണുണ്ടപ്പോൾ ഒരു വീഡിയോ എടുത്താണ് അത്യാവശ്യം നല്ല നാക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് പന്നിയിറച്ചി കാണാൻ അതുകൊണ്ട് വീഡിയോ എടുത്താണ് അതിൽ ഏകദേശം എത്തിയ നില തന്നെ ഉണ്ടാ സംഭവം എന്താ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഗൂഗിൾ മാപ്പിൽ റോഡ് ഇങ്ങനെയാണ് കാണിച്ചത് അതിലെന്തോ ഗസ്റ്റ് വ്യൂ പോയിന്റ് അങ്ങനെ എന്തോ ആണ് അതിൽ എഴുതിയിട്ടുണ്ട് നമുക്ക് എന്തായാലും ഈ റോട്ടിന് പോയൊക്കെ കറക്റ്റ് തന്നെയാണോ അറിയാം എന്തായാലും സംഭവം എത്തിയിട്ടുണ്ട് ഡാമിന്റെ ഒരു ചെറിയ സൈഡാണ് ഇട്ടത് ഏതൊരു ചെറിയൊരു സൈഡായിട്ട് വരും ഏത് സൈഡാണെന്ന് എനിക്കറിയാം ബാക്ക് സൈഡോ അങ്ങനെ ഒന്നും എനിക്കറിയാം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങോട്ട് വരുന്നത് തന്നെ പിന്നെന്ന് വെച്ച് കാണുന്നുണ്ട് ഇവിടെ വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ട് ഡാമിന്റെ ഒരു ചെറിയ ബാക്കിയാണിത് അത് കണ്ടിയാ അവിടെ ഒരു ബ്രിഡ്ജ് ആണിത് അപ്പോൾ ഇത് നേരെ ഗസ്റ്റ് ഹൗസ് വ്യൂ പോയിന്റ് അങ്ങനെ എന്തോ എന്നാണ് മാപ്പിൽ കാണിക്കണേ അപ്പോൾ എന്തായാലും നമുക്ക് പോയേക്കാം ഇവിടെ നിന്ന് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വ്യൂ ഉണ്ട് കാണിച്ചു തരാം എന്തായാലും ഇത് കണ്ടില്ല അതെങ്ങനെ ഇവിടെ ഡാമിൻ്റെ ആ ഒരു വ്യൂ കാര്യങ്ങളൊക്കെ ഒരു സൈഡത്തെ വ്യൂ ആണിട്ടത് ഡാമിൻ്റെ മെയിൻ വ്യൂ എത്തിയിട്ടില്ല ഇനിയിപ്പോൾ ഈ റൂട്ട് തന്നെയാണെന്ന് വിചാരിച്ച് നമുക്കാണ്ട് പോയേക്കാം ബാക്കി എന്നിട്ട് നോക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആരോടെ ചോദിച്ചാണ്ട് പോവാം പിന്നെ ഇവിടെ നിന്നുള്ള വ്യൂ കണ്ടി ഞങ്ങൾ അവിടെ കോടിയും കാര്യങ്ങളൊക്കെ ഇറങ്ങിക്കണേ കോടിയും കാര്യങ്ങളൊക്കെ ഒന്നുകൂടി മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സെറ്റാണ് മൺസൂൺ സീസൺ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ മഴയും കാര്യങ്ങളും ഇല്ലെന്നേ എന്നാലും മിഞ്ഞാന്നൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടേനിട്ടാ പക്ഷെ ഇന്നിപ്പോൾ എന്താണോ ഇന്നിപ്പോൾ നമ്മൾ ട്രിപ്പ് ഒന്നുകൊണ്ടാവും മഴയും കാര്യങ്ങളൊന്നും ഇല്ല മഴ ഉണ്ടെന്നുണ്ടെ പൊളിക്കൂട്ടാ വൈബേ കയറും വേറെ നാക്കേ കയറും കോടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി നാക്കേ കയറും മഴ ഇതെന്തായാലും കോട ഇറങ്ങുന്നുള്ള ഉറപ്പാണ് എന്തായാലും നമുക്ക് ഇനി പോയോക്കാം ഈ റൂട്ടിന് ഇപ്പോൾ വേറൊരു ലോക്ക് വീണിട്ട് നമുക്ക് ഈ ഒരു ഗേറ്റിൻ്റെ ഉള്ളിൽ കൂടെയാണ് മാപ്പ് കൂടെ നമ്മളോട് പോകാൻ പറയണത് സംഭവം എന്താ വെച്ചാൽ ഇവിടെ എന്താ അന്യവാഹനങ്ങൾക്ക് പ്രവേശനം ഇല്ല എന്നൊക്കെ പറഞ്ഞാണ്ട് എന്തോ ഒരു സംഭവം ഉണ്ട് ഇതെന്തോ അതിഥി മന്ദിരോ അതിനെന്തോ ഒരു സെറ്റപ്പ് ആണ് എന്താ സംഭവം നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്തായാലും നമുക്ക് ഇനിയിപ്പോൾ ഇവിടുത്തെ ആരോടെങ്കിലുമൊക്കെ ചോദിച്ചു കണ്ട് പോട്ടാ മലമ്പുഴ ഡാമിൻ്റെ ഒരുവിധപ്പെട്ട ഫുൾ വ്യൂ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ ചെങ്ങായി വേറെ എന്താ ഷട്ടറിൻ്റെ അവിടെ ആണെന്ന് പറഞ്ഞ് അത് എവിടെയെന്ന് അറിയാം നമുക്ക് എന്തായാലും ലൈവ് ലൊക്കേഷൻ വിട്ടുതരാൻ പറഞ്ഞാണ് അത് നോക്കി പോകാൻ നമുക്ക് പക്ഷേ ഇവിടുന്ന് ഇങ്ങനെ നേരായിട്ട് പോയിക്കണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വ്യൂവും കാര്യങ്ങളും ഇങ്ങനെ കണ്ട് ഇങ്ങനെ പോകാമെന്ന് പറഞ്ഞു ഇവിടുത്തെ നാട്ടിലുള്ള ഒരാളോട് ഞാൻ ചോദിച്ച് വയ്യും കാര്യങ്ങളൊക്കെ അപ്പം മൂപ്പര് പറഞ്ഞാണത് അവിടെ നല്ല കോടയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കണ്ടിട്ട് നമുക്ക് എന്തായാലും ചെങ്ങൈൻ്റെ അടുത്ത് പോയേക്കാം അവിടെ ഷട്ടറും കാര്യങ്ങളൊക്കെ ഉള്ളതെന്ന് പറഞ്ഞത് ചെങ്ങായി ലൈവ് ലൊക്കേഷൻ വിട്ടെന്ന് ഇവിടുന്ന് 1.1 കിലോമീറ്റർ അതായത് 1 കിലോമീറ്റർ 100 മീറ്ററും ഇനി നമ്മളെ ചെങ്ങൈൻ്റെ അടുത്ത് എത്താണ്ട് നേരെ പോകാൻ തന്നെ കേട്ടാ കുറച്ചുകൂടി നേരെ പോയിക്കാണെന്നുണ്ടെങ്കിൽ ചെങ്ങൈൻ്റെ അടുത്ത് എത്തും നമ്മളെ അവിടെ എന്തോ ഷട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു നമുക്ക് എന്തായാലും അവിടെ പോയി നോക്കാം അത്യാവശ്യം കോടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് പോയോ കഞ്ഞി ഇപ്പോൾ ചെങ്ങായി ഇവിടെ നിന്നെന്ന് വെച്ചാൽ ഞാൻ വന്ന വൈൻ്റെ പോകുന്നിടത്ത് കൂടെ 2 കിലോമീറ്റർ ബാക്ക് കഴിഞ്ഞിട്ടാ അപ്പോൾ നമ്മളെന്തായാലും ചെങ്ങായിനെ കണ്ടുട്ടി ചെങ്ങായി ഏകദേശം ഒരു പാർക്കിൻ്റെ ഇവിടെ ഉള്ളത് അപ്പോൾ ആ പാർക്കും കാര്യങ്ങളൊന്നും ആ ടൈമിൽ തുറന്നിട്ട് കഴിഞ്ഞാൽ 9 മണിക്ക് തുറക്കുന്ന പറഞ്ഞാൽ ഒരു 9:30 ആയിട്ടാണ് ഈ പാർക്ക് തുറന്നുകൊണ്ട് അപ്പോൾ ഇവിടെ എന്താ ഷട്ടറും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിച്ചിനെ അവിടെ എന്താ ഷട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചിനെ നമ്മൾ ഉള്ളിൽ കയറിയിട്ടില്ല അപ്പോൾ എന്തായാലും നമുക്ക് ഉള്ളിൽ കയറി നോക്കാം അവിടുത്തെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ എന്തൊക്കെ ഉള്ളതെന്ന് നോക്കട്ടാ നമുക്ക് എന്തായാലും കയറി നോക്കാം പൊടിയാവാതെക്കാൻ വേണ്ടി ഗ്ലാസ് എടുക്കണ്ടിട്ടാ ഈ സാധനത്തെ പാടേ ടിക്കറ്റ് കൗണ്ടറാണിത് ഇതെന്താ മുതിർന്നവർക്ക് 30 പിന്നെ കുട്ടികൾക്ക് ഏകദേശം ഒരു 3 വയസ്സ് തൊട്ട് 12 വയസ്സ് വരെയുള്ളവർക്ക് 10 റുപ്യയും പിന്നെ എന്താ സ്റ്റീൽ ക്യാമറ അങ്ങനെന്തോ ക്യാമറ സെറ്റപ്പിന് 100-1000 വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇവിടെയാണ് കവടം നമ്മളെ ചെങ്ങായി ഇവിടെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കണ്ടേ അപ്പോൾ എന്തായാലും ആ ബാക്കി പരിപാടി നോക്കാം ടിക്കറ്റ് കേട്ടോ ഇത് കേട്ടോ ടിക്കറ്റ് 2 ആൾക്ക് 60 റുപ്യാണ് ഇവിടെ നമ്മളേക്കൊന്ന് വന്നത്
എന്തായാലും നമ്മൾക്ക് ക്യാമറയും കാര്യങ്ങളില്ല, അതായത് മൊബൈൽ ക്യാമറയും കാര്യങ്ങളാണ്. അതുകൊണ്ട് എക്സ്ട്രാ ഫീയും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. നമുക്ക് എന്തായാലും ഇനി ഇവിടെ കൊടുത്ത് കണ്ടിട്ട് കയറി വെക്കാം. അതാണ് ഇവിടുത്തെ സിംഗം, അറിയപ്പെടുന്ന സിംഗം ഉറങ്ങുകയാണ്. അപ്പോൾ എന്തായാലും ഇവിടുത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ കണ്ടി ഞങ്ങളെ. ഇവിടെ ഒരു ഗാർഡൻ ടൈപ്പ് സെറ്റപ്പാണ് ഇവിടെ കണ്ടി ഞങ്ങളെ. നടുവിലൊരു തോണിയേക്കണേ. അവിടെ എന്തോ ഒരു ഷട്ടറിൻ്റെ സെറ്റപ്പ് കാണുന്നുണ്ട്. നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് ചുറ്റി കറങ്ങല. തോണിയിൽ ഇവിടെ വെള്ളം ഒഴിച്ചെടുത്ത് കണ്ട് തൊഴിഞ്ഞെടുത്ത് പോവാ. എന്താ റെയിൽപ്പാലുണ്ട് കേട്ടോ. 10 മണിക്ക് ശേഷം ട്രെയിനിന് പ്രത്യേകം ടിക്കറ്റ് എടുക്കണോ. എന്തായാലും ആദ്യം തീവണ്ടി ഇതെങ്ങനെ അങ്ങനെ നമ്മളെ ട്രെയിന് അങ്ങനെ കുറച്ച് സെറ്റപ്പ് ഉണ്ട് ഇവിടെ. അവിടെ എന്തോ ഗാർഡൻ്റെ എന്തോ പരിപാടി ഉണ്ട്. ഇവിടത്തെ ഇങ്ങനെ സിംഗം, രണ്ടാമത്തെ സിംഗം. തലൈവർ നോക്കി പോരെ. ഇത് കേട്ടാ അണ്ണാനെ അടുത്ത് അണ്ണാനാണേ. അണ്ണാ ഇവിടെ സൗണ്ട് ഉണ്ടാക്കണേ. ഏതാ എന്താടാ ആരോടാണേ. ഇവിടെ ഇവിടോ അടി ഉണ്ടാക്കിയാണ് കേട്ടാ. ഇവിടെ എന്തോ സെറ്റപ്പ് ഉണ്ട്. അതാ വായിലേ അവിടെ എന്തോ ഉണ്ട്. അത് കണ്ടുകൊണ്ട് വിളിച്ചാണ് അണ്ണാന്. എന്തായാലും നമുക്ക് നടന്നു നോക്കാം. ഇവിടെ ഫുള്ള് വൈബാണല്ല, വേറെ നേക്ക് കാണോ. ഇത് കണ്ടോ ഷട്ടറിന്റെ വെച്ചപ്പാണ്ട് നിങ്ങള്. അതിങ്ങനെ ഷട്ടർ അടുക്കങ്ങോട്ട് പോവാൻ നോക്കാം നമുക്ക്. വെയിലാണേ, ഇന്നും മഴയില്ലടാ, മൺസൂണാണേ. കഴിഞ്ഞ 3 ദിവസം പണിയുള്ള ദിവസം ഫുള്ള് മഴനി. അതായത് പണിയുള്ള ദിവസം എങ്ങനെയാ വെച്ചാല് പണിക്ക് പോകുമ്പോൾ മഴ, അതേപോലെ പണി എടുക്കുമ്പോൾ മഴയില്ല, ഉള്ളിലാണ് പണി, അതുകൊണ്ട് മഴയില്ല. പിന്നെ വരുമ്പോൾ മഴ. അതൊക്കെ തന്നെ. പോകുമ്പോൾ നനഞ്ഞു പോവുക, വരുമ്പോഴും നനഞ്ഞു വരിക, അതൊക്കെ തന്നെ അവസ്ഥ. ഇന്നാണ് എൻ്റെ ഒരു ട്രിപ്പ് വന്നപ്പോൾ അത്യാവശ്യം നല്ല കോടിയും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ഉണ്ടാകുന്ന വെച്ചപ്പോൾ ഞാൻ പെരുമ്പെയിലും. നീ പറഞ്ഞിട്ട് കാര്യം, നമുക്ക് എന്തായാലും ഇനിയിപ്പോൾ ഇവിടുന്ന് വിട്ടിട്ട് നേരെ നെല്ലിയാമ്പതിയൊക്കെ പോകണ്ടേ. അത് ഇവിടെ നിന്നായിട്ട് ചുറ്റിക്കറങ്ങാം നമുക്ക്. ഇവിടേക്ക് എന്തൊക്കെ ഡാമിൻ്റെ സെറ്റപ്പുകളുണ്ട്. ഇവിടെ ഇങ്ങനെ പോയൊക്കെ നമുക്ക്. അവിടെ എന്താ സിപ്ലൈൻ ഉണ്ടല്ലേ അവിടെ. സിപ്ലൈൻ സിപ്ലൈൻ്റെ ഇരിക്കുന്ന സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ് കണ്ടി ഞങ്ങൾ. ഇവിടെ നിന്ന് ഇങ്ങനെ സിപ്ലൈൻ്റെ സ്റ്റാർട്ടിങ് അവിടെ ആണ്. എന്ത് വൈകുന്നേരമായ ഫുള്ള് ആളാണ്. ഇവിടെ എന്തോ സെറ്റപ്പ് ഉണ്ട് കേട്ടോ കണ്ടി ഞങ്ങള്. മുതലാ ഇവിടെ കയറാൻ പറ്റുമോ? കയറിക്കില്ല, കയറിയൊക്കെ വാ. മുതലാ ജീവമില്ലാത്ത നമ്മളെ മുതലട്ടോ. ഇതാണ് എത്ര വർഷം? 1200 വർഷം പഴക്കമുള്ള മുതലാ. സിംഗം സാനോ വില കിട്ടാൻ നോക്കി. ഇവിടുത്തെ രണ്ടാമത്തെ തലൈവരാണിത് കണ്ടി ഞങ്ങളെ. സാനോ മുതലാ പറഞ്ഞ അതൊക്കെയാണ് മുതല. അവിടുക്കാ അവിടേക്ക് പോയേക്കാം നമുക്ക്. അവിടെ എന്തോ ഉണ്ടെന്ന് പറയണ്ട, ഞാൻ കേട്ടില്ല. അങ്ങനെ പോയേക്കാം. കേട്ട പോലെ എങ്ങനാ പോയി നോക്കാം. ഇത് അതെ പൈപ്പ് പറയാൻ നോക്കി, PPR നമ്മളവിടെ. നമുക്കിങ്ങനെ പോയേക്കാം. സെറ്റപ്പിന് കേട്ടാ. ഇവിടെ അപ്പം ആൾ കുറവാണേ, പോരാത്തിന് നല്ല വെയിലുമാണ്. ഒന്നും പറയാം, പക്ഷെ വലിയ ചൂട് ഏൽക്കണില്ലേട്ടാ. വലിയ കുഴപ്പമില്ല, എന്നാലും ചൂടുണ്ടേനും, പക്ഷെ ചൂട് ചെയ്യാനും കുഴപ്പമില്ലാത്ത ചൂട്. കുറച്ചു നേരം കഴിഞ്ഞാൽ അറിയാം, ചിലപ്പം വെന്ത് കണ്ടില്ലാതാവും, പറയാൻ പറ്റുമോ. ഒന്നാമത് മഴ ഇല്ലാണ്ടാണ്, നല്ലൊരു മഴ എന്നാൽ മതി. നാക്കയില്ല. ഇവിടെ സിപ്ലൈനിലൊന്നും ആളെ കാണുന്നില്ല. എന്തായാലും ഇങ്ങനെ പോയി നോക്കാം. ഡാമിൻ്റെ ഷട്ടറിൻ്റെ അടുത്ത് ഏകദേശം എത്താനായിക്കണേ. മോൾക്ക് കയറാൻ പറ്റണല്ലേ? കയറാൻ പറ്റുമോ? കയറാൻ പറ്റാ എല്ലാത്തി വേറെ എവിടെയും കാണാം. നമുക്ക് പോയേക്കാം, അങ്ങോട്ട് കണ്ടേ പോയേക്കാം. അതൊക്കെ ഷട്ടർ അവിടെ ഉണ്ടല്ല, ഷട്ടർ അവിടെ ഉണ്ട്. ഇവിടുന്ന് നാക്കിൽ കാണാൻ പറ്റില്ല. നമുക്ക് നോക്കാം, പോയേക്കാം. ഇവിടെ നല്ല വ്യൂ ഒക്കെ കേട്ടാ. ഷട്ടറല്ലേ, അവിടെ ആൾക്കാരുണ്ട് കണ്ടിയാ. അവിടെ എങ്ങനെ ആൾക്കാരുണ്ട്. നമുക്ക് പോയേക്കില്ല, അവിടേക്കോ പോയേക്കാം. അവിടെ സിപ്ലൈൻ്റെ എന്തോ സർവീസും കാര്യങ്ങളും നടക്കുന്നുണ്ട്. അവിടെ ഒരാള് പോയേക്കാം. ഡാമിൻ്റെ മുകളിൽ കയറാൻ പറ്റിയ വേറെ ലെവല് വ്യൂ ഇട്ടിട്ടോ ഉറപ്പാണ് എന്തായാലും. കാരണം അത്രയും സെറ്റപ്പല്ല. ഡാമിൻ്റെ നേരെ പുറത്ത് ഇവിടെ നല്ലൊരു പാർക്കും ഗാർഡനും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ആക്കിയാണ്ടുള്ള പാർക്ക്. വള്ളോ ഇവിടെ ഇജ്ജ് ഇവിടേക്ക് വന്നോ? ഇവിടെ അവിടെ എങ്ങനാ? അവിടെ പോയണ ഓസിട്ടോ ചെടി എനിക്കാണ് ഡാമിന്ന് നേരിട്ട് പൈപ്പിട്ട് കൊടുക്കുക. അവിടെ എന്താ ഡാമിൻ്റെ ഷട്ടറിൻ്റെ സൈഡിൽ ഒരു ആന മാറ്റാ. ആനൻ്റെ ഡിസൈനൊക്കെ ഉണ്ട്, ഫുൾ സെറ്റപ്പാണ് സംഭവം. ഇവിടുന്ന് കാണുന്നുണ്ട് അറിയാം. അവിടെ ഉണ്ടെങ്കിൽ ഒരു ആന, 2 ആന 2 തലക്കിലും ഓരോ ആന വെച്ചുണ്ട്.
ഫുള്ള് സെറ്റപ്പാണേ, പരിപാടി ഫുള്ള് സെറ്റപ്പാണ്. കണ്ടില്ല ഷട്ടർ ആക്കണേ, മലമ്പുഴേൻ്റെ ഷട്ടറാണിത്. അവിടെ എന്താ കാറ്റടിയന്തരല്ലേ? മുകളിൽ പോയേക്കാം, മുകളിൽ കയറാൻ പറ്റിയാൽ മതി എന്ത് വന്നാലും. അവിടെ സ്റ്റെപ്പ് ഉണ്ട്, നീ കൂടെ അയക്കോന്നാവോ? അതൊക്കെ പോണോ? പോയേക്കല കയറണം കയറണം, കയറാതൊരു പരിപാടി എത്രയും നടന്നല്ല. നീ കൂടെ ഈ കൂടെ പോവാ, വള്ളം ചാടനൊക്കെ കണ്ടിങ്ങനെ നേക്കിൽ പോവാ. ഇതെന്താ നേരെ ഷട്ടറിന്റെ ഇപ്പുറത്താണ് ഞങ്ങളുള്ളത്. കണ്ടിയാ അവിടെ നല്ലൊരു കുന്നും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇവിടെ ഉറ് പൊട്ടിയണേ. നമ്മളിപ്പോ മലമ്പുഴ ഡാമിന്റെ ഷട്ടറിന്റെ മുകളിലുണ്ട് കേട്ടാ. ഇവിടെ എന്തോ റെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താ സംഭവം എന്നറിയാം, എന്ത് സെറ്റപ്പ് എന്നൊന്നും അറിയില്ല. വേറെ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നുള്ള വ്യൂ കണ്ടി ഞങ്ങള് എറണാകുളനാണ്. നമ്മളെ ഗാർഡൻ ഈ സൈഡിലാണ് വരുന്നത്. മലവിലൊക്കെ അത്യാവശ്യം കോടയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടുന്ന് നോക്കുമ്പോൾ അവിടുത്തെ പാടെന്താ അറിയാ, നെല്ലിയാമതി അത്യാവശ്യം നല്ല കോടയും കാര്യങ്ങളൊക്കെ ഉണ്ടായ മതിയേനി എന്നാണ്. അത്യാവശ്യം നല്ല കയറാണ്ടേനി, അതാണ് ഈ കപ്പ്. കണ്ടി ഞങ്ങൾ ഞാൻ കാണിച്ചു തരാം. നോക്കി ഇവിടുന്ന് ഇങ്ങനെ ഉണ്ട് കയറണം. ഇത്രയും കയറിയപ്പോത്തിന് സൈഡായി. പിന്നെ അവിടുന്ന് ആ അടിയിൽ നിന്ന് അങ്ങനെ ഉണ്ട് വന്നാണ്ട് ഇങ്ങനെയാണ് നമ്മൾ കയറിയത്. അപ്പോൾ അത്യാവശ്യം നല്ല കയറാണ്ടേനി. അതന്നെ ഈ ഡാമിൻ്റെ ഈ സൈഡ് നോക്കി ഞങ്ങളെ നല്ല ഹൈറ്റിലോ. മൺസൂൺ സീസൺ ആയിട്ട് ഒരു തീയല്ലേ ഡാമിൻ്റെ ഫുൾ വ്യൂ ആണ് ഇപ്പം നിങ്ങൾ ഈ കാണുന്നത്. അത്യാവശ്യം വെള്ളം നല്ല കുറവാണ്. മൺസൂൺ ആയിട്ടും അത്യാവശ്യം നല്ല കുറവാണ് വെള്ളം. ഏറ്റെന്ന് വെച്ചാൽ അവിടെ എന്തോ സെറ്റപ്പ് ഉണ്ടല്ലോ, അവിടെ ആരോ ഉണ്ട്. ഇതന്നെ മനുഷ്യന്മാരനെ തോന്നണേ, ഇല്ല വല്ല നീർനായ, ഡാമിൽ നീർനായ ഉണ്ടാവും നമുക്കറിയാം കേട്ടോ. എന്തായാലും മലമിലൊക്കെ നല്ല കോടുണ്ട്, അതൊക്കെ കണ്ടിട്ടാണ് വലിയ വിഷമം. നമ്മൾ പോകുമ്പോഴും കോട ഉണ്ടായാൽ മതിയേനി. നമുക്കെന്തായാലും ഇവിടെ കുറച്ച് നേരം ഇരിക്കുക, ബാക്കി നിന്നിട്ടേ ആലോചിച്ചിട്ട് ഓരോന്ന് ചെയ്യാൻ മതി. ട്യൂബിൽ രണ്ടാൾക്കാർ വല എന്തോ ഇടുന്നുണ്ട് കേട്ടാ. അത് നോക്കി സമ്മതിക്കണം കേട്ടോ. അത്രയും തൊയനെത്തണമെന്നുണ്ടെങ്കിലേ എത്ര പണി ഉണ്ടാവും. ചേമ്പാണ് എഴുതി നിൽക്കുക. ഇതൊന്നും നിലം തട്ടാനായിട്ടുണ്ടാവില്ലടാ, അത്യാവശ്യം നല്ല ആയ ഉണ്ടാവും. കെടുക്കണേ, ട്യൂബ് കെടുക്കണേ. ഈ ഗാർഡന്റെ ഫുൾ വ്യൂ ഇവിടുന്ന് ഇട്ടുണ്ട് കേട്ടാ. ഞാൻ കാണിച്ചാ നോക്കി, ഇവിടുത്തെ ഫുൾ വ്യൂ. ഇതിനെത്രടാ, എത്ര കോടിയാണ് ഇതുണ്ടാകാൻ ചിലവായത്? നോക്കി ഗാർഡൻ നോക്കിട്ടാ, ഫുൾ വ്യൂ. സാധനം ഞാക്കുണ്ട്, ഗാർഡനും കാര്യങ്ങളൊക്കെ ഉണ്ട്. 78 കോടിയാണ് ഈ ഒരു ഗാർഡൻ ഉണ്ടാക്കാൻ മോദി സർക്കാരിന് ആയത് എന്നാണ് ഫ്രണ്ടിൽ എഴുതി വെച്ചിട്ടാ. സംഭവം നാക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ വളഞ്ഞു കാണ്ടാണ് പോണേ. ഇതുണ്ട് ഞങ്ങള് ഇവിടുന്ന് ഇങ്ങനെ വളഞ്ഞാണ്ട് നല്ല വളവിൽ ഇങ്ങനെയാണ് പോണത് കേട്ടാ. അതുകൊണ്ട് അതാണ് അവിടെയാണ് എൻ്റെ കാര്യങ്ങളൊക്കെ. നമുക്കിനി ഇവിടുന്ന് ഇങ്ങനെ ഇറങ്ങാം. ഇവിടുന്ന് ഇറങ്ങിയിട്ട് ഇനി 46 കിലോമീറ്ററുകളുണ്ട് നമുക്ക് നെല്ലിയാമ്പതിക്ക്. ചെങ്ങായി അവിടെ വീഡിയോ എടുക്കണ്ടിട്ടാ. അപ്പോൾ നെല്ലിയാമ്പതി എത്തുമ്പോൾ അത്യാവശ്യം ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ നാക്കാവെന്ന് വിചാരിച്ചാണ്. നമുക്ക് പോയി നോക്കാം. ഇനി അടിയിലേക്ക് പോയേക്കാം, ഞാൻ അടുത്ത പരിപാടിയും കാര്യങ്ങളൊക്കെ നോക്കാം. കൈസപ്പം ഇപ്പോൾ നമ്മളെ പാർക്കിൽ നിന്നൊക്കെ ബാഗൊക്കെ വന്നിട്ടാ നമ്മൾ നേരെ ചെങ്ങൈൻ്റെ കസിൻ്റെ പേരുണ്ട് ഇവിടെ. ഒരു 12 കിലോമീറ്റർ അതിന് കാണുന്നുണ്ടെങ്കിൽ കസിൻ്റെ പേരെത്തും. അവിടുന്ന് നെല്ലിയാമ്പതിക്ക് എത്ര 54 കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ്. ഒരു 6 കിലോമീറ്റർ എന്താ കൂടും തോന്നുന്നത്. നമുക്ക് എന്തായാലും അവിടെ ചെങ്ങൈൻ്റെ കസിൻ്റെ കൂടെ പോയിക്കാണ്ട് അവിടെ പോയി കുറച്ച് നേരം ഇരുന്നതിന് ശേഷം നേരെ നെല്ലിയാമ്പതി പോട്ടാ. അപ്പോൾ നേരെ നമ്മൾ കസിൻ്റെ കൊടുക്കാണ് പോണത്. അപ്പം 12 കിലോമീറ്റർ ഉള്ളൂ അവിടുന്ന് കാണാൻ നമുക്ക്. ഇതിപ്പോൾ നമ്മൾ ചെങ്ങൈൻ്റെ കസിൻ്റെ അടുത്ത് നേരെ പോത്തുണ്ടി ഡാമൊക്കെ ലൊക്കേഷൻ ഇട്ട് കണ്ട് ഇങ്ങനെ പോയിക്കൊണ്ട് കണ്ടപ്പോൾ പോത്തുണ്ടി ഡാമൊക്കെ ഏകദേശം 1 കിലോമീറ്ററോളം ഉള്ളൂ ഇനിയിപ്പോൾ പോത്തുണ്ടി ഡാമിലെത്താൻ. അപ്പോൾ നമുക്ക് ഡാമിൻ്റെ അവിടെ നിന്നുള്ള വ്യൂ കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ഇവിടെ അത്യാവശ്യം ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ, വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ സെറ്റപ്പ് വ്യൂ കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അവിടെ ഇങ്ങനെ നിർത്തിയതാണ്. അവിടെ ഒരു മയിലൊക്കെ ഉണ്ട് കേട്ടോ. മയിൽ ഇവിടുന്ന് ഒന്ന് ഊക്കിക്കാണെന്നുണ്ടെങ്കിൽ 4 അപ്പുറത്ത് നോക്കും. അങ്ങനെയാണ് ഇവിടുത്തെ സെറ്റപ്പ്. ഞാൻ മയിലിനെ കാണിച്ചു തരാം. ഇത് കേട്ടോ മയിൽ ഇതിൽ കറക്റ്റ് കാണുന്നുണ്ട് അറിയാം. സൂം ചെയ്യുമ്പോൾ ആ ബ്ലറും കാര്യങ്ങളൊക്കെ കയറാം. എന്തായാലും നമുക്ക് ഇനി പോത്തുണ്ടി ഡാമിൻ്റെ അവിടുന്ന് കാണാം. നമ്മൾ പോത്തുണ്ടി ഡാം എത്തുന്നതിൻ്റെ 1 കിലോമീറ്റർ മുമ്പുള്ള വ്യൂ ഉണ്ടത്. മലൻ്റെ മുകളിലൊക്കെ അത്യാവശ്യം നല്ല കോടയും കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണുന്നുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും ഇനി നേരെ പോയി നോക്കാം. ഇതിൻ്റെയൊക്കെ മുകൾക്ക് പോകാൻ പറ്റുമെന്ന് വിചാരിച്ചാണ്. റോഡൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓഫ് റോഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പോകട്ടെ, എങ്ങനെയെങ്കിലും നോക്കാം. പോകാൻ പറ്റുന്ന സാഹചര്യം ആണെന്നുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് പോവാം. ഈ കാണുന്ന പോത്തുണ്ടി ഡാം, ഡാമിന്റെ ഷട്ടറിന്റെ ഭാഗമാണ് ഈ കാണുന്നത് കേട്ടോ. പോത്തുണ്ടി ഡാമിന്റെ ഈ ഷട്ടറിന്റെ ഏരിയ മണ്ണേറ്റാണ് ഉണ്ടാക്കിയത് കേട്ടറിവ് വിട്ടാ. പിന്നെ നമ്മൾ വരുന്ന ബൈക്കിൽ മലമ്പുഴ ഡാമിന്റെ അവിടുത്തെ പോലെ തന്നെ ഒരു പാർക്ക് ഈ ഡാമിന്റെ ഇവിടെ ഉണ്ട്. അവിടുന്ന് ഷട്ടർ കാണാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. നെല്ലിയാമ്പതി ഫോറസ്റ്റ് കയറണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ചെക്ക് പോസ്റ്റ് കടക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. നെന്മാറ ഫോറസ്റ്റ് ഡിവിഷന്റെ കീഴിലാണ് ഈ ഒരു ചെക്ക് പോസ്റ്റ് കിടക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് ഒരു 2-3 എയർപിന് കഴിഞ്ഞതിന്റെ ശേഷമാണ് പോത്തുണ്ടി ഡാമിന്റെ ഈ ഒരു വ്യൂ പോയിന്റും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. നമ്മളിപ്പോ ഈ ഒരു നെല്ലിയാമ്പതി ഫോറസ്റ്റ് കയറിക്കൊണ്ടിരിക്കുകയാണ്. പോണ ബൈക്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വാട്ടർഫാളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് നമുക്ക്. അപ്പോൾ ഈ ഒരു ഫോറസ്റ്റ് റൂട്ട് നമ്മൾ മുകൾക്ക് പോകുമ്പോൾ അത്യാവശ്യം നല്ലൊരു മൂട് സ്ഥലം കണ്ടിട്ടോ. അടിപൊളി വെച്ചാൽ വേറെ നാഗ് സാധനം ഇങ്ങനെ കാണാൻ കേട്ടാ. കാണിച്ചു തരാം, സംഭവം കാണിച്ചു തരാം. നോക്കി വേറൊരു ഫീൽ ഇട്ടുണ്ട് ഈ ഒരു സ്ഥലം കാണുമ്പോൾ. അത് കാണിച്ചു തരാം. അങ്ങനെ ഇതിപ്പോൾ ക്യാമറയിൽ ആ ഒരു നാക്കിൽ കിട്ടണ കേട്ടാ.
ഇവിടുന്ന് കാണുമ്പോൾ ആ ഒരു വണ്ടി ഇങ്ങനെ വന്നിങ്ങനെ നോക്കുമ്പോൾ ആ ഒരു നാക്കുണ്ടല്ലോ അത് വേറെ തന്നെയാണ്. പിന്നെ വെച്ചാൽ അവിടെ ഒരു വാട്ടർഫാൾ ഉണ്ട്, കുറച്ച് അങ്ങോട്ട് ഒരു വളവ് ഇരിഞ്ഞ് കാണുന്നുണ്ടെങ്കിൽ അവിടെ വാട്ടർഫാൾ കാണുന്നുണ്ട്. ഇവിടെ ഒരു ചെറിയ വാട്ടർഫാൾ ഉണ്ട്, ഇവിടെ കാണിച്ചു തരാം. അവിടെ വീണ് എന്തോ വെള്ളം ചാടുന്ന സെറ്റപ്പും കാര്യങ്ങളൊക്കെ കണ്ട്. അതാണ് കണ്ടിയാ, ഇതാണ് വാട്ടർഫാള്. ഇത് ചെറുതാണ്, പക്ഷെ അവിടെ ഇങ്ങനെ വലിയൊരു വാട്ടർഫാൾ ഉണ്ട്. അവിടെ ഇങ്ങനെ ആ ഒരു വളവ് കഴിഞ്ഞിട്ട് ഇവിടുത്തെ ഈ വ്യൂ എന്ന് വെച്ച് കാണുന്നുണ്ടെങ്കിൽ ബാക്കിൽ നിന്ന് ഇട്ടോ കേട്ടാ കാണിച്ചരാ. ഇതങ്ങനെ ഇതിൽ ആ ഒരു നാക്കിൽ കിട്ടണ ചേട്ടാ, ക്യാമറയിൽ ഇവിടുന്ന് കാണുമ്പോള്ള വേറെ നാക്ക് സ്ഥലം. ഈ മലന്റെ അങ്ങോട്ടാണ്ട് കയറിയപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. വെയിലിന് ഒരാക്കുണ്ട്, കാരണം ടൗണിൽ നിന്ന് ഇങ്ങോട്ട് ടൗണിൽ പെരുംചൂട് വെച്ചാൽ ഇവിടെ ഒന്നും മഴന്റെ വെയിലില്ലാന്ന് പറഞ്ഞു. ഇടയ്ക്കിടയ്ക്ക് ഒരു മഴ വെയിലുണ്ട്, അങ്ങനെയൊക്കെയാണല്ലോ ടൗണില്. മലന്റെ മുകളിൽ പിന്നെ മഴ പെയ്യകരം. നമ്മളെ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ മഴ മിഞ്ഞാന്നൊക്കെ വെച്ചാൽ പെരുമഴന്, ആ ടൈമിലൊന്നും ഇവിടെ മഴ ചെയ്തിട്ടില്ലല്ലോ. അങ്ങനെയാണ്. അടിച്ചായാലിന് ചൂടുണ്ട്. അപ്പോൾ എന്തായാലും അവിടെ ഒരു വാട്ടർഫാൾ ഉണ്ട്, അവിടേക്ക് പോയേക്കാൻ മതി. ഈ കാണുന്നുണ്ട് ആ വാട്ടർഫാള്, മോൾക്ക് നോക്കിയാണേ ആ കോട അങ്ങനെ പോണേ. ഏറ്റവും ടോപ്പിൽ നല്ല കോടയും കാര്യങ്ങളൊക്കെ ഉണ്ട് തോന്നണേ. അവൻ എന്തായാലും പോയി നോക്കട്ടാ. ഇതിന്റെ ചാട്ടത്തിന്റെ ബാക്കി നേരെ അടിയിലുണ്ട്. ഇവിടെ ഉണ്ട് ചെയ്യാൻ ഈ കൂടെ എങ്ങനെയാണ്ട് വരുന്നുണ്ട്. എന്തോ ഒരുപാടും കാര്യങ്ങളൊക്കെ സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ്. എങ്ങനെയായിട്ട് ഒരു തോടായിട്ട് എങ്ങനെയാണ്ട് പോവാണ്. നമുക്ക് എന്തായാലും ഇങ്ങനെ മോൾക്ക് പോയേക്കാം. മോളിൽ നല്ല കോടയും കാര്യങ്ങളൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട് ഇവിടുന്ന് കണ്ടിട്ട്. കേട്ടോ വാട്ടർഫാളിന്റെ അടുത്ത് നിന്നുള്ള വ്യൂ കാര്യങ്ങളൊക്കെയാണ്. ആ കോടന്റെ ഒന്നും കൂടി അടുത്ത് നിന്നുള്ള ആ ഒരു വ്യൂ ആയിട്ട് കാണാം വണ്ടിയാണ്. ഇതില് ക്യാമറയിൽ എത്രത്തോളം കിട്ടുന്നുണ്ടെന്ന് അറിയാം. ഇവിടുന്ന് നേരിട്ട് കാണുമ്പോൾ ആ ഒരു നാക്ക് കാര്യങ്ങളൊന്നും ക്യാമറയിൽ കിട്ടുക, അതൊപ്പാണ്. പക്ഷെ എന്നാലും കുഴപ്പമില്ലാത്ത കിട്ടുന്നുണ്ട്. നമുക്ക് എന്തായാലും ഇങ്ങനെ മോൾക്ക് പോയേക്കാം. ഡാമിന്റെ ഏകദേശം ഫുൾ വ്യൂ ഒക്കെ ആയിട്ട് വരൂട്ടത് കണ്ടില്ലത്. ഇതാണ് പോത്തുണ്ടി ഡാമിന്റെ ആ ഒരു ഷട്ടറും കാര്യങ്ങളൊക്കെയാണ് കണ്ടില്ല. ഇതാണ് പോത്തുണ്ടി ഡാം. പിന്നെ ഇതൊക്കെ ഫോറസ്റ്റ് റൂട്ടും കാര്യങ്ങളൊക്കെ ആണ്. അത്യാവശ്യം പേടിയും കാര്യങ്ങളൊക്കെ ആവുന്നുണ്ട്, കാരണം നമ്മളെ ഈ മലക്കപ്പാറ ഫോറസ്റ്റ് ഒക്കെ മാതിരി തോന്നുന്നുണ്ട് ഈ റൂട്ടും കാര്യങ്ങളൊക്കെ കണ്ടിട്ട്. ഏകദേശം അങ്ങനെ തോന്നുന്നുണ്ട്. നമുക്ക് എന്തായാലും ഇങ്ങനെ പോയേക്കാം. ക്ലൈമറ്റൊക്കെ പക്കായി തുടങ്ങിയിട്ടാ, അത്യാവശ്യം നല്ല മാറ്റം വന്നിങ്ങനെ. കാരണം ഈ ടൗൺ ഭാഗത്തേക്ക് നിങ്ങൾ നോക്കിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പെരും വെയിലാണ്. അവിടേക്ക് അങ്ങോട്ട് കണ്ടില്ല, ഈ മലൻ്റെ അങ്ങോട്ട് നോക്കിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല തണലും പോരാത്തിന് മുകളിലൊക്കെ അത്യാവശ്യം നല്ല കോടയും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ഇവിടേക്ക് അങ്ങോട്ട് കോടയും കാര്യങ്ങളും ഇല്ല, പക്ഷെ മുകൾക്കൊക്കെ അങ്ങോട്ട് കോടയും കാര്യങ്ങളൊക്കെ ആയി വരുന്നുണ്ട്. ഇനി പോവാണോ എല്ലാന്നൊന്നും അറിയാം. നമുക്ക് എന്തായാലും ഇങ്ങനെ പോയി നോക്കുക, എന്താ പാടുന്നൊന്നും അറിയാം. ഇവിടെ നിർത്തി വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് തന്നെ അറിയാം. നമുക്ക് എന്തായാലും ഇങ്ങനെ പോയി നോക്കാം. അവിടെ ആനപ്പിണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് പോണ ബൈക്കിൽ. പിന്നെ റോട്ടുമിലൊക്കെ ആയിട്ട് ചപ്പിയൊക്കെ എടുക്കുന്നുണ്ട്. അതെങ്ങനെ ഒരു ആനപ്പിണ്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുന്ന് മെല്ലെ ഇങ്ങനെ പോയി നോക്കാം. ഇവിടെ ഇങ്ങനെ നിൽക്കൽ ചിലപ്പോൾ സേഫ് ആവില്ല. നമുക്കണ്ട് പോയൊക്കെ ഇനി ആ മോൾക്കൊക്കെ നോക്കിയിട്ടാ അത്യാവശ്യം നല്ല കോടയും കാര്യങ്ങളൊക്കെ അയക്കുന്നുണ്ട് അവിടെയും ഇവിടെയൊക്കെ ആയിട്ട്. നമുക്ക് എന്തായാലും ഇനി മോൾക്കന്നെ പോണതേ. പക്ഷേ അവിടെ ഇവിടെയൊക്കെ നിർത്തണം എന്താ വെച്ചാൽ അത്യാവശ്യം വ്യൂവും കാര്യങ്ങളൊക്കെ കാണുമ്പോഴാണ് ഈ നിർത്തുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല കോടയും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഇവിടുന്ന് അത്യാവശ്യം നാക്കിൽ കാണുന്നുണ്ട്. അങ്ങനെയാണ് നിർത്തുന്നത്, അതുകൊണ്ടാണ് ഈ വീഡിയോ എടുക്കുന്നതും. മോൾക്കുണ്ട് ഞങ്ങൾ ഇവിടെ നിന്നൊക്കെ അത്യാവശ്യം നാക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കിനി മോൾക്ക് ഇങ്ങനെ പോയേക്കാം. ആ കാണുന്ന മലന്റെ ഏറ്റവും ടോപ്പിൽ കോട ടച്ചായി നിൽക്കുന്നത് നോക്കി നിങ്ങൾ കണ്ടില്ല. അതേപോലെ തന്നെ മലന്റെ സൈഡിൽ നിന്നൊക്കെ ആയിട്ട് കോട ഇങ്ങനെ മോൾക്ക് പോകണുണ്ട് കേട്ടോ. നമ്മൾ ഈ കാണുന്ന ഫോറസ്റ്റ് കൂടെ മോൾക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മോൾക്ക് ഇങ്ങനെ പോണതിനനുസരിച്ച് നല്ല രീതിയിൽ തന്നെ തണുപ്പും കാര്യങ്ങളൊക്കെ കൂടുന്നുണ്ട്. വേറൊരു എക്സ്പീരിയൻസ് തന്നെ ഉണ്ട് ഈ ഒരു ഫോറസ്റ്റ് കയറുന്നത്. ഇവിടെ ആ മലയിൽ വെച്ച് കോട ടച്ച് ആവുകൊണ്ട് നേരെ ഓപ്പോസിറ്റ് മലമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പെരും വെയിലാണ് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റും. നേരെ ഇപ്പുറത്താണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ കോടയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഇവിടെ ചൂടും കാര്യങ്ങളൊന്നും ഇല്ല, തണുപ്പും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് കേട്ടോ. പോത്തുണ്ടി ഡാമിന്റെ ഇവിടുന്ന് കാണാൻ പറ്റുന്ന വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ചെറിയൊരു വാട്ടർഫാളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ പോയി കണ്ണും മുറക്കൊന്നാണ് കേൾക്കാൻ. നമുക്ക് ഈ റൂട്ടിൽ KSRTC സർവീസ് നടത്തുന്നുണ്ട്. ഈ റൂട്ടിൽ കൂടെ KSRTC പോണ ആ രംഗവും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ഈ കാണുന്നത്. നമ്മൾ 10-20 കിലോമീറ്റർ നെല്ലിയാമ്പതി ഫോറസ്റ്റ് കൂടെ വന്നതിന്റെ ശേഷം ഇവിടെ ഒരു ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു ലൊക്കേഷൻ ബോർഡും കാര്യങ്ങളൊക്കെ കാണിച്ചിരിക്കുന്നത്. അതിൽ കരാപ്പാറ ഭാഗത്തുള്ള റൂട്ടിൽ ഞങ്ങൾ കയറിയതിന്റെ ശേഷം ഒരു ഓഫ് റോഡ് റൂട്ടും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇവിടെ ഈ റൂട്ടിൽ കൂടെ പോയി കാണുന്നുണ്ടെങ്കിൽ വേറെ റൂട്ടിൽ ടച്ച് ആവുന്നതാണ് പറഞ്ഞത്. ഈ ഓഫ് റോഡും കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ റൂട്ട് കൂടെ തന്നെ പോകേണ്ടി വരും കേട്ടോ. ഞാനിങ്ങനെ ഈ ബൈക്ക് കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് മുമ്പിൽ ഈ വയ്യ തടസ്സപ്പെടുത്തിക്കാണ്ട് ഒരു മരം വീണ് കിടക്കുന്നുണ്ട് കേട്ടോ. ആ മരം വെട്ടി ഒഴിവാക്കുന്നുണ്ട് അവിടുത്തെ ആൾക്കാർ. ഈ മരം മറി കടന്നാൽ മാത്രമേ എനിക്ക് ഇവിടുന്ന് അപ്പുറത്തെ വൈക്കൂടെ ഇങ്ങനെ പോകാൻ പറ്റുള്ളൂ. ഈ റോഡ് നേരെ ഏതാ റോഡ് നമുക്ക് ടച്ച് ആവുണ്ടോ? ഇല്ല കയറി വരുന്നല്ലേ.
അറിയാം. എന്നോട് ഈ മരം വെട്ടി ഒഴിവാക്കണോല് പറഞ്ഞത് ഈ ഒരു മലന്റെ സൈഡിൽ കൂടെ കയറിക്കാണ്ട് അപ്പുറത്ത് കൂടെ കടന്നുകാണ്ട് നേരെ പൊയ്ക്കോന്നാണ്. പക്ഷെ ഞാൻ കയറ്റാൻ നോക്കി, പക്ഷെ ടയർ നല്ല രീതിയിൽ തന്നെ സ്ലിപ്പ് ആവുന്നതുകൊണ്ട് തന്നെ ഞാൻ നേരെ റിട്ടേൺ തിരിച്ചാനുള്ള പ്ലാൻ തന്നെ ആയിട്ടാണ്. അവിടെ സെറ്റടാ, അവിടെ മരം വീണെടുക്കണ്ടേ? ഇതെന്താ അവിടെ ഏതോ റോഡ് ടച്ച് ആവില്ല, അവിടെ മരം വീണെടുക്കണ്ടേ? എന്നിട്ട് പോലെ പറഞ്ഞ ഈ മലം കൂടെ ഇങ്ങനെ സൈഡ് കയറ്റി പറഞ്ഞേ കയറ്റി ആണ്ട് ബതിക്കിട്ടാണ്ട് നിന്ന് തീരെ അവിടെ നിന്നുണ്ട്. ഇത് പോവല്ല, അതി കൂടെ പോവാ. നമ്മൾ കുറെ ഇങ്ങോട്ട് വന്നിട്ട് ശേഷം ഒരു തേയിലത്തോട്ടും കാര്യങ്ങളൊക്കെ കണ്ട് അവിടെ നിന്നുകൊണ്ട് ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുക്കണ്ട. അപ്പം അത്യാവശ്യം നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്, നല്ല കോടിയും കാര്യങ്ങളൊക്കെ മുകളിലായി വരുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടൺ എനേബിൾ ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോ കാണട്ടെ.